വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോക്ക് വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അതിന് അസ്ഥിവൃക്കം എന്നൊക്കെ പറയും. പിന്നെ ഒരുവിധ ആൾക്കാർ ഇത് പറയാൻ മടിക്കുന്നവരാണ്. വെള്ളപ്പോക്ക് നോർമലായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണോ? എന്തെങ്കിലും അറിയാവോ അതിനെക്കുറിച്ച്? അസ്ഥിവൃക്കം എല്ലാ സ്ത്രീകളിലും നോർമലായിട്ട് അധികം കാണാറുണ്ട്. അതിൽ കുറച്ച് കളർ ചേഞ്ചോ സ്മെൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കണം എന്ന് പറയാം. ഈ വെള്ളപ്പോക്കിന് എന്തുകൊണ്ടാണ് അസ്ഥിയുരുക്കം എന്ന് പറയുന്നത്? അങ്ങനെ പറയുന്നത് ശരിയാണോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉമ്മാക്ക് അറിയോ? ഇല്ലൊക്കെ അറിയില്ല. കേട്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളിലൊക്കെ, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല. വെള്ളപ്പൊക്ക് അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച് നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. നമുക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഒന്ന് നോക്കാം. ആദ്യം എന്താണ് ഈ വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോക്ക്? വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് കാൻഡിഡ ആൽബിക്കൻസ് എന്നു പേരുള്ള ഒരു ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസിൻ്റെ അണുബാധ മൂലം ഉണ്ടാകുന്ന ഡിസ്ചാർജാണ്. ഈ ഫംഗസിൻ്റെ അണുബാധ വജൈനയിൽ വരുന്ന സമയത്ത് വജൈനയിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകുന്നു. ഇതിനെയാണ് വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്. ഈ വെള്ളപ്പോക്ക് നോർമലായിട്ടുള്ള ഒരു പ്രക്രിയയാണോ? നോർമലായിട്ടുള്ള ഒരു പ്രക്രിയയാണോ എന്ന് ചോദിച്ചാൽ ആണ്. നോർമലി സ്ത്രീകളിൽ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അവരുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു 14ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ അവർക്ക് ചെറിയ രീതിയിൽ വൈറ്റ് ഡിസ്ചാർജ് പോലെ വജൈനയിൽ നിന്ന് വരാം. എന്നാൽ ഈ ഡിസ്ചാർജ് ഒരുപാടാവുക, അത് അവരുടെ അണ്ടർവെയറുകളൊക്കെ നനയുന്ന രീതിയിൽ, അതുപോലെ തന്നെ കേർഡി വൈറ്റ് ഡിസ്ചാർജ് എന്നാണ് പറയാം, മോരിൻ്റെ രൂപത്തിലുള്ള ഡിസ്ചാർജ്, ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകളൊക്കെ വരികയാണെങ്കിൽ അത് ഈ കാൻഡിഡ എന്ന് പേരുള്ള ഒരു ഫംഗസ് മൂലമാവാം. ഇതിനെയാണ് വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്. ഇതിന് അസ്ഥിയുരുക്കം എന്ന് പറയുന്നത് ശരിയാണോ? ഇതാണ് ഒരു ചോദ്യം. അസ്ഥിയുരുക്കം എന്ന് പറയുന്നത് ശരിയല്ല. ഇതിൽ അസ്ഥിയൊന്നും ഉരുകി പോകുന്നില്ല. ഈ ഫംഗസ് വജൈനയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് മൂലമുള്ള ഒരു ഡിസ്ചാർജ് മാത്രമാണിത്.